കാക്കനാട് വാഴക്കാലയിൽ ഒരു സ്വപ്ന സുന്ദര ഭവനം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഏറ്റവും പ്രൈം ലൊക്കേഷനായ പാലാരിവട്ടം, ഇടപ്പള്ളി, കാക്കനാട് സിവിൽ സ്റ്റേഷൻ, ഇൻഫോ പാർക്ക് എന്നിവയിലേക്കെല്ലാം ഈസി ആക്സസ് ഉള്ള ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു മനോഹരമായ അതിസുന്ദരമായ ഒരു വില്ല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വീട് അതിമനോഹരമാണ്. ഇൻറ്റീരിയർ ഡിസൈൻ എല്ലാം വളരെ മനോഹരമാണ്. 4+1 BHKയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. 3330 സ്ക്വയർ ഫീറ്റിൽ 6.25 സെൻറ്റ് പ്ലോട്ടിലാണ് ഈ ഒരു മനോഹരമായ വില്ല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കോമ്പൗണ്ട് പോർഷനാണ് നിൽക്കുന്നത്. കവേർഡ് കാർ പാർക്കിംഗ്, അതുമാത്രമല്ല ആർട്ടിഫിഷ്യൽ ഗ്ലാസോട് കൂടിയുള്ള കലപ്പാക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മുറ്റം കാര്യങ്ങൾ നൽകിയിരിക്കുന്നു. നാച്ചുറൽ വെൽ വാട്ടറും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു മനോഹരമായ ഒരു വില്ലയാണ്. ഞാൻ ഈ മനോഹരമായ വില്ലയുടെ കോമ്പൗണ്ട് പോർഷനിലാണ് നിൽക്കുന്നത്. എൻ്റെ തൊട്ട് അടുത്ത് കാണുന്നത് ഒരു കിണറാണ്. സോ വെള്ളത്തിനെല്ലാം നല്ലൊരു അവൈലബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. അതുമാത്രമല്ല നമുക്ക് ഇവിടെ ഒരു വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ 2 കാർ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഒറിജിനൽ നമ്മൾ കരിങ്കല്ല് കൊണ്ടുള്ള ഫ്ലോറിങ് തന്നെയാണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള വളരെ മനോഹരമായൊരു മുറ്റം ഏരിയ സ്പേസും കിട്ടുന്നു. ഇതിൻ്റെ അകത്ത് ഇൻറ്റീരിയർ പോർഷൻ എല്ലാം വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വളരെ മനോഹരമായുള്ള വിഷ്വൽസ് ഇനി നിങ്ങൾക്ക് കാണാം. സോ ഈ വീടിൻ്റെ അകം വളരെ മനോഹരമാണ്. ഒരു സ്വപ്ന സുന്ദര ഭവനം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഞാനിതിൻ്റെ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് കടന്നു വരുന്നത്. നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. ആദ്യമായി നമുക്ക് ലിവിങ് ഏരിയ സ്പേസ് നമുക്ക് കണ്ടു നോക്കാം. ഈ ഒരു മനോഹരമായ ലിവിങ് ഏരിയ സ്പേസാണ് നമുക്ക് ആദ്യമായി ഇവിടേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ സ്പേസാണ്. ഒരു ഡബിൾ ഹൈറ്റഡ് ലിവിങ് ഏരിയ സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. TV യൂണിറ്റ് ഏരിയ എല്ലാം വളരെ മനോഹരമായ ഡിസൈനിലാണ്. അതായത് ഒരു മൾട്ടിവുഡുള്ള നല്ലൊരു മനോഹരമായ എലഗൻറ്റ് സ്റ്റൈലിലൊരു ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു ലിവിങ് ഏരിയ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇവിടെ എല്ലാം നല്ലൊരു ആർച്ചിൽ നല്ലൊരു ഡിസൈൻ വർക്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നു. വളരെ മനോഹരമായി എല്ലാ പോയിന്റും, എല്ലാ ഏരിയയും, എല്ലാ കോർണറും വളരെ മനോഹരമായി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡൈനിങ് ഏരിയ സ്പേസിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ ഒരു ഏരിയയാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ്. നമുക്ക് ഇവിടെ എല്ലാം നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നല്ലൊരു പോർഷൻ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് സ്റ്റെയറിൻ്റെ ഭാഗത്ത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായാലും ചെറിയൊരു ഗ്ലാസ് ഇട്ട് നല്ലൊരു എലഗൻറ്റ് സ്റ്റൈലിലുള്ള ഒരു വർക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാ പോയിന്റും വളരെ മനോഹരമായി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. സീലിംഗ് വർക്കുകളും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമാണ്. ഞാനിപ്പോൾ ഡൈനിങ് ഏരിയ സ്പേസിലാണ് നിൽക്കുന്നത്. നമുക്ക് ഈ ഒരു പോർഷൻ, ചെറിയൊരു പോർഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിലേക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഡൈനിങ് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ഓപ്പൺ സ്പേസ് കിച്ചണോട് ചേർന്ന് തന്നെയാണ്. ഈ വാഷ് ഏരിയ യൂണിറ്റ് എല്ലാം വളരെ മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഈ ഒരു വാഷ് ബേസും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമാണ്. സോ ഈ ഒരു ഡൈനിങ് ഏരിയ സ്പേസ് നമുക്ക് അത്യാവശ്യം ഒരു 7-8 പേർക്ക് കഴിക്കാൻ ഒരു ടേബിൾ ഇടാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. സോ അടുത്ത് നമുക്ക് ഈ കിച്ചൺ സ്പേസ്, ഇതിൻ്റെ ഒരു ആർച്ചും കാര്യങ്ങളെല്ലാം വളരെ മനോഹരമായ ഡിസൈനാണ്. നല്ല എലഗൻറ്റ് സ്റ്റൈലിലുള്ള ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് വളരെ മനോഹരമായി തന്നെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചൺ ഏരിയ സ്പേസിലേക്കാണ് നമ്മൾ അടുത്തായി കടന്നു വരുന്നത്. മോഡുലാർ ഡിസൈനിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്പേഷ്യസ് കിച്ചണാണ് നിങ്ങൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു കിച്ചൺ ഏരിയ സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു. സോ ഇതാണ് ഈ വീടിൻ്റെ കിച്ചൺ ഏരിയ സ്പേസ്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ബെഡ്റൂം ഏരിയ സ്പേസിലേക്ക് നമുക്ക് പോകാം. ഈ കിച്ചണോട് ചേർന്ന് തന്നെയായിട്ട് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ഈ ഒരു ഏരിയയിലാണ് കിട്ടുന്നത്. വളരെ വിശാലമായ ഒരു ബെഡ്റൂം ഏരിയ സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കടന്നു വരാം ബെഡ്റൂം ഏരിയ സ്പേസിലേക്ക്. വിശാലമായൊരു ബെഡ്റൂം ഏരിയ സ്പേസാണ്. ഇവിടെ സീലിംഗ് വർക്കുകൾ, അതുപോലെ തന്നെ നമുക്ക് വാർഡ്രോബ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് അതിമനോഹരമായി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയ സ്പേസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ അടുത്ത് നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനോട് ചേർന്ന് വരുന്നൊരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. ലിവിംഗ് റൂമിനെയൊക്കെ തൊട്ടടുത്താണ് ഈ ഒരു ബെഡ്റൂം ഏരിയ വരുന്നത്. നല്ല വിശാലമായൊരു ബെഡ്റൂം ഏരിയ സ്പേസ് തന്നെയാണ്. നമുക്കിവിടെ വാർഡ്രോബ്, അതുപോലത്തെ സീലിംഗ് വർക്കുകൾ കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. കൂടാതെ നല്ലൊരു മനോഹരമായൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയ സ്പേസും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയുമാണ് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ. ഫസ്റ്റ് ഫ്ലോറിൽ അതിമനോഹരമായുള്ള വർക്കുകൾ കാര്യങ്ങൾ കാണാനുണ്ട്. സോ ഞാനിപ്പോൾ ഈ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ വിശാലമായ ലിവിംഗ് ഏരിയ സ്പേസ് തന്നെയാണ്. കാരണം നമുക്ക് അങ്ങോട്ടും ഈ ഒരു സൈഡിലേക്കും എല്ലാം നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കൂടാതെ ഇവിടെ എല്ലാം ഒരു ചെറിയൊരു ഓഫീസ് ടേബിൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും, കൂടാതെ നമുക്ക് ഈ ഒരു സൈഡിലാണെങ്കിൽ നമുക്കൊരു TV യൂണിറ്റ് ഏരിയ കാര്യങ്ങളും എല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു വളരെ വിശാലമായ ഒരു ലിവിംഗ് ഏരിയ സ്പേസാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്നത്. 4+1 BHK വരുന്ന ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് വരുന്നത്. സോ നമുക്ക് ആ ഒരു ബെഡ്റൂമുകളും നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായി നമുക്ക് ആ ഒരു സൈഡിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്, അത് കണ്ടു നോക്കാം. സോ ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. വളരെ വിശാലമായ, അതായത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് തന്നെയാണ്. നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. വളരെ എലഗൻ്റ് ആയിട്ടുള്ള നമുക്കൊരു സീലിംഗ് വർക്കുകളും കാര്യങ്ങളും എല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസ്
സ്പേസ് ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടാതെ വാഡ്രോബ് ഏരിയ സ്പേസ് നമുക്ക് ഈ ഒരു സ്പേസിലാണ് കിട്ടുന്നത്. വാഡ്രോബ് കുറച്ച് ചെറിയൊരു വാഡ്രോബ് ഏരിയ സ്പേസ് ആണ്. നമുക്കൊരു അഡീഷണൽ ആയിട്ടൊരു വാഡ്രോബ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ സ്പേസും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഈ ഒരു സൈഡിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. പിന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ അഡ്വാൻറ്റേജ് എന്നാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബാൽക്കണി ഏരിയയിലേക്കും കൂടി ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഇവിടെയാണ് ബാൽക്കണി ഏരിയ സ്പേസ് കിട്ടുന്നത്. ഇത് നമുക്ക് ആ ഒരു ലിവിങ് ഏരിയ സ്പേസിൽ നിന്നും ഇങ്ങോട്ട് ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ റൂമിൽ നിന്ന് നമുക്ക് ആക്സസ് കിട്ടുന്നുണ്ട്. നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ബാൽക്കണി ഏരിയ സ്പേസും നമുക്കിവിടെ നൽകിയിരിക്കുന്നു. അടുത്തതായി നമുക്ക് 3 ബെഡ്റൂമുകൾ കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. അടുത്തതായി നമ്മൾ ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ മനോഹരമായൊരു ബെഡ്റൂം ഏരിയ സ്പേസാണ് ഈ ഒരു ബെഡ്റൂം. കാരണം നമുക്ക് ഇതിനെല്ലാം ആ ഒരു സ്പേസ് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബെഡ്റൂം ഏരിയ സ്പേസാണ്. വിൻഡോസ് എല്ലാം സിംഗിൾ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു സീലിംഗ് വർക്കുകളും കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. കൂടാതെ വാഡ്രോബ് മൾട്ടിവുഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഡ്രോബ് ഏരിയ, ഇത് കുറച്ചുകൂടി വലിയൊരു വാഡ്രോബാണ്. നേരത്തെ കണ്ട ബെഡ്റൂമിനേക്കാളും കുറച്ചുകൂടി വലിയൊരു വാഡ്രോബാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കൂടാതെ ഈ ഒരു സൈഡിലാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഏരിയ സ്പേസ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സൈഡിൽ നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഏരിയ സ്പേസും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡോർസ് കാര്യങ്ങളെല്ലാം വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതെല്ലാം നമുക്ക് എടുത്ത് പറയണം. കാരണം ഇവിടെ എല്ലാ ഡിസൈനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റീരിയർ ഡിസൈൻ വർക്കിൽ ഇത്രയധികം മനോഹരമായൊരു വീട് നമ്മൾ അധികം കണ്ടുവരുന്നില്ല. സോ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഏരിയ സ്പേസും എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവസാനമായി നമുക്ക് ഈ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ഒന്ന് കാണാനുണ്ട്. ഈ ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് വരുമ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ചെറിയൊരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കൊരു സ്റ്റഡി ഏരിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്പേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ബെഡ്റൂം ഏരിയ സ്പേസ് ആണ്. ചെറിയൊരു സ്പേസ് തന്നെയാണ്. നമുക്കിവിടെ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ചെറിയ വാഡ്രോബും കാര്യം എല്ലാം സെറ്റ് ചെയ്യാവുന്ന സ്പേസും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ അവൈലബിൾ അല്ല. സോ ഇത്രയുമാണ് ഈ വീടിൻ്റെ ബെഡ്റൂം ഏരിയ. 4+1 BHKയിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഇനി കാണാനുള്ളത് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ സ്പേസ് ആണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു സ്പേസ് തന്നെയാണ്. നമുക്ക് അത് ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ ആക്സസ് ഉണ്ട്. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലോറും കൂടി ടോപ്പിലുണ്ട്. അവിടെയാണ് നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇത്രയുമാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. 3350 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായി അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വില്ല 4+1 BHKയിലാണ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഇൻഫോ പാർക്ക് അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷൻ എന്നീ ഏരിയയിലേക്ക്, കൂടാതെ മെട്രോയിൻ്റെ എക്സ്റ്റൻഷൻ കാക്കനാടിലേക്കുള്ള വരുന്ന വാഴക്കാല എന്നൊരു ഏരിയയിലുമാണ് വരുന്നത്. ഈ ഒരു വീടിന് ഇവർ ചോദിക്കുന്ന വില 2,20,00,000 രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനും അതുപോലെ തന്നെ സ്വന്തമായൊരു മനോഹരമായൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് അനുയോജ്യമാണ്. ഹോം ലോൺ സൗകര്യങ്ങൾ കൂടി ഈ വീട് സ്വന്തമാക്കുവാനും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനും നേരിട്ട് വന്ന് കാണുവാനും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും കാണുമ്പോഴേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.